മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഓരോരുത്തര് അപവാദം അതൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നു. താങ്കളൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇങ്ങനെ മാനസികരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെന്ന നിലക്ക് മാനസികരമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഏത് രീതിയിലാണ് താങ്കൾ കൊടുക്കുന്ന മറുപടി? അവർക്ക് നന്നാവട്ടെ എന്നാണ്, നമുക്ക് നല്ലത് വരട്ടെ എന്നാണ്, നല്ലത് വരട്ടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ വിചാരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെ നീർക്കോലി ചില സമയങ്ങളിൽ ചൊല്ലുണ്ട്, നീർക്കോലി കടിച്ചാൽ ഒത്തായം വേണം. ഈ കടിക്കാത്ത സാധനം എന്ത്? നീർക്കോലി. ഒരു മനുഷ്യനെ മടയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തുമ്പോ മനുഷ്യന് വേദനിക്കില്ല, സ്വാഭാവികം. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ വന്ന അപവാദം ഒന്നും ഞാൻ അതിലൊന്നും എന്തില്ല മെയിൻ കൊടുക്കാറില്ല. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞാല് എന്റെ പണിക്കാർ വന്നിട്ട് പറയും തങ്ങളെ എന്നുവെച്ചാൽ ഫോൺ ഉണ്ടാകാൻ നോക്കട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ നോക്കുമ്പോ ചില ആളുകൾ ഇന്ന നായെ പട്ടീനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഞാൻ കുറച്ചുകൂടി തന്നെ ഓരോ വിളിച്ചല്ലോ ഇത് വിളിച്ചല്ലോ. പിന്നെ എന്റെ വിജയം ഒരുപാട് എത്തി. 75 കുട്ടികളെ കെട്ടിച്ചിരിക്കുന്നു. 3.5 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ എത്തിയ മക്കൾക്ക് 17 മക്കൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ അറിയുന്നില്ല, നല്ലത് ആരും അറിയുന്നില്ല. ഇഷ്ടം പോലെ ഒരുപാട് എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനൊരു വോയിസ് ഇങ്ങോട്ട് കേൾപ്പിച്ചേ. ഒരു പണിക്കാരത്തേക്ക് വന്നൊരു വോയിസാണ്. ഞാൻ വീട് വെച്ച് കൊടുത്ത ഒരു കുടുംബത്തിന്റെ വോയിസ് കേട്ടിട്ടില്ല കേട്ടോ. എന്ന് പ്ലേ ചെയ്തേ. ഒരു എത്തിക്കുട്ടി മാഷാ അല്ലാഹ് വേറെയുണ്ട്. ഇത് തിരൂര് ഭാഗത്ത് വീട് വെച്ച് കൊടുത്ത. അപ്പൊ തങ്ങളുടെ വിജയം എന്ന് പറയുന്നത് മക്കളുടെ പ്രാർത്ഥനകളാണ്. അപ്പോ തങ്ങളെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ തന്നെ ധാരാളം. പിന്നെ ഞാൻ എന്താ പറഞ്ഞാല് പറയണോല് പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ എനിക്കെതിരെ 100 ചില്ലാൻ പിന്നെ ബ്ലോഗേഴ്സൊക്കെ ഇറങ്ങി. യൂട്യൂബ് തുറന്ന നൂറാദി നാറ്റക്കോയ ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ സത്യൊരു കാര്യം പറയാം, ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചതേ ലൈവില് വന്നിട്ടാ. ഒരു ഫാത്തിഹ ഞാൻ ഓതുമ്പോ എന്നോട് പോയി തങ്ങൾ അവിടെ തെറ്റുണ്ടായിരുന്നു, ഞങ്ങളോട് മാറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ എല്ലാതും കറക്റ്റ് ഓതും. ഇപ്പൊ ഞാൻ ഹിഫ്ള് കൂടി തുടങ്ങുകയാണ്. എനിക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം മറ്റുള്ള മക്കൾക്ക് എന്ത് ചെയ്യട്ടെ. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചത് പറയണ്ടേ. തങ്ങൾ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾക്കൊപ്പം തന്നെ വരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് തങ്ങൾ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത്. പക്ഷെ എപ്പോൾ തങ്ങളോട് സംസാരിക്കുമ്പോൾ തങ്ങളത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അത് മറച്ചു വെക്കാം.